ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. الحمد لله أنعم علينا وهدانا إلى دين الإسلام والصلاة والسلام على أشرف الأنام محمد وعلى آله وصحبه أجمعين وبعد. ഇസ്ലാം അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ഏകമതം. ഈ മതത്തിന്റെ സത്യസന്ദേശം പ്രബോധനം ചെയ്യുക എന്ന ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി ISM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഒരു പ്രബോധന സംരംഭമാണ് സാൽവേഷൻ. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും മാത്രമാണ് മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിനും മോക്ഷത്തിനും നിദാനം. എന്നാൽ ഈ സത്യം അറിയാതെയോ മനസ്സിലാക്കാതെയോ തെറ്റിദ്ധരിച്ചോ അനേകായിരം ജനങ്ങൾ നമുക്കിടയിൽ ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളുമായി ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജനങ്ങളിലേക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത സത്യം ബോധ്യപ്പെട്ട നമ്മിൽ നിക്ഷിപ്തമാണ്. KNM-ഉം അതിന്റെ പോഷക ഘടകങ്ങളും ഈ ദൗത്യം വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യത്തോടെ വ്യത്യസ്ത മാധ്യമങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സമ്പൂർണമായും ആകർഷകമായും ലളിതമായും ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിനും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് സാൽവേഷൻ. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് വിശാലമായ പവലിനുകൾ സ്ഥാപിച്ച് സ്റ്റാളുകളായി തിരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രധാനമായി 3 പവലിനുകളാണ് ഉണ്ടാവുക. വിഷയാധിഷ്ഠിതമായി നാം ഉദ്ദേശിക്കുന്ന സന്ദേശം മാത്രം അവതരിപ്പിക്കാനുള്ള പവലിനാണ് ഒന്നാമത്തേത്. കാലിഗ്രാഫി, ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ, വ്യത്യസ്ത ലോകഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ തുടങ്ങി ആകർഷകവും ഇസ്ലാമിക സംസ്കാരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ വസ്തുക്കളാണ് രണ്ടാമത്തെ പവലിനിൽ ഉദ്ദേശിക്കുന്നത്. പുസ്തകങ്ങൾ, അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ, പർദ്ദ, സുഗന്ധങ്ങൾ, CD-കൾ, ഖുർആൻ പരിഭാഷകൾ, ഇസ്ലാമിക് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയുടെ വിൽപ്പനയും പ്രദർശനവും ഉദ്ദേശിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പവലിയൻ തയ്യാറാക്കുന്നത്. പവലിയനുകൾക്കു പുറമെ പൊതുപരിപാടികൾക്കും LCD പ്രദർശനത്തിനും വേണ്ടി ഒരു ഔട്ട്ഡോർ സ്റ്റേജ്, സെമിനാറുകൾ, പാനൽ ഡിസ്കഷൻ എന്നിവ സംഘടിപ്പിക്കുന്നതിന് ഒരു ഇൻഡോർ ഹാൾ, കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ, പാർക്കിംഗ് ഏരിയ തുടങ്ങി ഒരു വിശാലമായ എക്സിബിഷൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യത്തെ 2-3 സ്റ്റാളുകൾ സന്ദർശകന്റെ സത്യാന്വേഷണത്തെയും ജീവിത ലക്ഷ്യത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായ വിഷയങ്ങൾ പവലിനിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും വിശദമായി പഠിക്കേണ്ട വിഷയങ്ങൾ ആവശ്യമെങ്കിൽ കാണാവുന്ന രീതിയിലുമാണ് സ്റ്റാളുകൾ സജ്ജീകരിക്കുക. 20ഓളം പ്രധാന ശീർഷകങ്ങളും അവയുടെ ഉപശീർഷകങ്ങളുമായി ഏകദേശം 2 മുതൽ 5 മണിക്കൂർ വരെ നടന്നു കാണാവുന്ന 100ഓളം സ്റ്റാളുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ദൈവമുണ്ടോ? ഈ സ്റ്റാളുകളിൽ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിലൂടെയും ഭൗതിക ദൃഷ്ടാന്തങ്ങളിലൂടെയും സൃഷ്ടാവിന്റെ ആസ്തിക്യത്തെ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തുന്നു. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം, അള്ളാഹുവെന്ന വാക്കിന്റെ അർത്ഥം മുതൽ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളുടെ വിശദീകരണം വരെ അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുന്നു. ഏകദൈവ ആരാധനയുടെ പ്രാധാന്യവും ആവശ്യകതയും ബഹുദൈവ ആരാധനയുടെ നിരർത്ഥകതയും പരിണിത ദുരന്തങ്ങളും വിശദീകരിക്കുന്നു. ദൈവിക മാർഗദർശനങ്ങൾ ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നതിനും സത്യാസത്യ വിവേചനത്തിനും ദൈവിക മാർഗദർശനം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. പ്രവാചകന്മാരുടെ നിയോഗമന ഉദ്ദേശത്തെയും അവർ പ്രബോധനം ചെയ്ത ആദർശത്തെയും പരിചയപ്പെടുത്തുന്നു. ആരാണ് മുസ്ലിം? നാമം കൊണ്ടല്ല, വിശ്വാസത്തിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നു. ഖുർആൻ. എന്താണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? ഖുർആനിന്റെ ദൈവികത, ഖുർആനിന്റെ സന്ദേശം, ഖുർആനിലെ വിജ്ഞാന ശാഖകൾ, ഖുർആനിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. ഇസ്ലാമിക വിശ്വാസങ്ങൾ.
ഈമാൻ കാര്യങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്യുന്നു. പരലോകത്തിന്റെ ആവശ്യകതയും അത് യാഥാർത്ഥ്യമാണെന്നും മരണം, ബർസഖ്, വിചാരണ, സ്വർഗനരകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും വിശദീകരിക്കുന്നു. ഇസ്ലാമിലെ കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ നിർബന്ധ കർമ്മങ്ങൾ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്നു. നമസ്കാരം, ഹജ്ജ് തുടങ്ങിയവ വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ. മുഹമ്മദ് നബി, ലഘുജീവിത ചരിത്രം, സ്വഭാവം, പ്രബോധനം, പ്രവാചകന്റെ കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, പ്രവാചകനെക്കുറിച്ചുള്ള പ്രമുഖരുടെ വീക്ഷണങ്ങൾ തുടങ്ങിയവ സമഗ്രമായി അവതരിപ്പിക്കുന്നു. മുസ്ലിമിന്റെ ജീവിതം, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകളും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുന്നു. സ്ത്രീ ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ, ബാധ്യതകൾ എന്നിവയിൽ തുടങ്ങി ഹിജാബ്, ബഹുഭാര്യത്വം, ത്വലാഖ് എന്നീ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ശരിയായ വീക്ഷണം അവതരിപ്പിക്കുന്നു. ഹദീസിന്റെ ആവശ്യകത, പ്രാമാണികത, നിദാനശാസ്ത്രം, ഹദീസ് ശാഖകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നു. സ്വഹാബത്തിന്റെ പൊതുഗുണങ്ങൾ, ഇസ്ലാം ആശ്ലേഷണത്തിന് മുമ്പും ശേഷവുമുള്ള അവരുടെ അവസ്ഥകൾ, വിശ്വാസ കർമ്മരംഗങ്ങളിൽ അവരുടെ കണിശത, പ്രമുഖ സ്വഹാബിമാരുടെ ലഘുചരിത്രം, ഖിലാഫത്ത്, മൻഹജു സലഫ് തുടങ്ങിയവ. ഇസ്ലാമിക സമൂഹം, അമുസ്ലിങ്ങളോടുള്ള സമീപനം, സമുദായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, വർഗീയത, തീവ്രവാദം, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്നീ വിഷയങ്ങൾ. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, കച്ചവടം, പലിശ, കടമിടപാടുകൾ, പിശുക്ക്, ധൂർത്ത്, അനന്തരാവകാശം, തൊഴിലാളികളോടുള്ള കടപ്പാട്, യാചന തുടങ്ങിയവയുടെ ഇസ്ലാമിക മാനം. ഇസ്ലാമും രാഷ്ട്രവും, ശരിയത്ത്, മതരാഷ്ട്രവാദം, ഇസ്ലാമിലെ മനുഷ്യാവകാശങ്ങൾ, ഭരണാധിപരുടെയും ഭരണീയരുടെയും കടമകൾ, ഖിലാഫത്ത് തുടങ്ങിയവ. തെറ്റിദ്ധാരണകൾക്ക് മറുപടി, ജിഹാദ്, തീവ്രവാദം, സ്ത്രീ, വിദ്യാഭ്യാസം, മതപരിവർത്തനം തുടങ്ങി പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുന്നു. ഇസ്ലാമും വ്യതിയാനങ്ങളും, വിശ്വാസത്തിലും കർമ്മങ്ങളിലും മുസ്ലിം സമൂഹത്തിലുണ്ടായ വ്യതിയാനങ്ങൾ, വിവിധ വിഭാഗങ്ങൾ ഉടലെടുക്കാനുണ്ടായ കാരണങ്ങൾ തുടങ്ങിയവ. കേരള മുസ്ലിം നവോത്ഥാനം. കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് വ്യക്തികളും സംഘടനകളും വഹിച്ച പങ്ക് വിശദീകരിക്കുന്നു. ഓരോ വിഷയത്തിലുമുള്ള സൂചനകൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഓരോ ശീർഷകത്തിന് കീഴിലുമുള്ള വിഷയങ്ങൾ കഴിവിന്റെ പരമാവധി പൂർണ്ണമായും വിശദമായും പ്രതിപാദിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതിനുവേണ്ട ഫ്ലക്സ് ചാർട്ടുകൾ, പോസ്റ്ററുകൾ, വീഡിയോ ക്ലിപ്പുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, ക്ലേ മോഡലുകൾ, ലൈവ് മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ എന്നിവ ഉപയോഗിക്കും. കൂടാതെ ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുന്നതിന് പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ഓരോ സ്റ്റാളിലും ഉണ്ടായിരിക്കും. ഓരോ വിഷയങ്ങളും പൂർത്തിയാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും സിഡികളും ലഘുലേഖകളും വിതരണം ചെയ്യുന്നതാണ്. സാധാരണ എക്സിബിഷനിൽ നിന്നും വ്യത്യസ്തമായി കാഴ്ചയിലെ വിസ്മയങ്ങൾക്കപ്പുറം വ്യക്തമായ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് അവതരണം. മെയിൻ പവലിയൻ കണ്ടിറങ്ങുന്ന ഒരാൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വളരെ വിശാലവും ബൃഹത്തുമാണ് ഈ സംരംഭം എന്ന് ഇതിനകം മനസ്സിലായി കാണുമല്ലോ. വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും അവ ക്രമീകരിക്കുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും പവലിയനുകളും സ്റ്റാളുകളും നിർമ്മിക്കുന്നതിനും പ്രദർശന വസ്തുക്കൾ സംഭരിക്കുന്നതിനും ഒരുപാട് സമയവും അധ്വാനവും ആവശ്യമാണ്. ഇസ്ലാഹി കേരളം ഒന്നടങ്കം മനസ്സുവെച്ചാലല്ലാതെ ഈ പ്രബോധന ദൗത്യം പൂർണ്ണമാവുകയില്ല. ഒരിക്കലും അവസാനിക്കാത്ത നരകശിക്ഷയിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുകയും വിശാലവും സംതൃപ്തവുമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ആദർശമാണ് പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത്. പ്രബോധനം നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി ഈ സംരംഭവുമായി സഹകരിക്കുക. സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഈ സംരംഭത്തെ പിന്തുണയ്ക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.